എപ്പോഴാണ് നമ്മൾ ഈ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? വളരെ വേദനയും പിടുത്തമുള്ള സമയത്ത് ഈ എക്സസൈസുകൾ ചെയ്യരുത്. ഈ ഒരു സ്പാസം മെല്ലെ മെല്ലെ റിലീവായി വേദനയൊക്കെ കുറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം എക്സസൈസുകൾ പറയാറ്. നമ്മളുടെ നട്ടലിനെ അനുബന്ധിച്ചുകൊണ്ട് പാരാസ്പൈനൽ മസിൽസ് ഉണ്ട്. ആ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതും ആ മസിലിൻ്റെ സ്പാസം കുറയ്ക്കാനും അതുപോലെ മസിൽ ടോൺ കൂട്ടാനും ആ ഭാഗത്തുള്ള ലോക്കൽ ബ്ലഡ് സപ്ലൈ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ എക്സസൈസുകൾ. നമുക്ക് ആദ്യത്തെ എക്സസൈസിലേക്ക് കടക്കാം. ഈ എക്സസൈസിൽ നമ്മൾ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റഡിയായി നമ്മളൊരു നല്ല കസേരയിൽ ഇരിക്കുക. പറയാൻ പോകുന്ന എല്ലാ സെർവൈക്കൽ എക്സസൈസുകളും വളരെ സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ആ ചെയറിൽ ഇരുന്ന് നേരെ നോക്കുന്ന പൊസിഷനെ ന്യൂട്രൽ പൊസിഷൻ എന്ന് വിളിക്കാം. ആദ്യമായി മെല്ലെ നമ്മുടെ കഴുത്ത് പുറകിലേക്ക് തിരിക്കുക. അതായത് നമ്മൾ സീലിങ്ങിലേക്ക് നോക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ കഴുത്ത് പുറകിലേക്ക് കൊണ്ടുപോവുക. ആ ഒരു പൊസിഷനിൽ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം മെല്ലെ വീണ്ടും തിരിച്ച് ന്യൂട്രൽ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ന്യൂട്രൽ പൊസിഷനിൽ എത്തിയതിന് ശേഷം നമ്മുടെ താടി നമ്മുടെ നെഞ്ചിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ മെല്ലെ തല മുൻപോട്ടേക്ക് കുനിക്കുക. വേദന വരാത്ത രീതിയിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ തല കുനിക്കാൻ കഴിയുമോ അത്രയും കുനിച്ച് കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു പൊസിഷനിൽ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പിന്നെ വീണ്ടും തിരിച്ച് നമ്മൾ ന്യൂട്രൽ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഇനി ചെയ്യേണ്ടത് നമ്മുടെ തല ഓരോ വശങ്ങളിലേക്കും ചരിക്കേണ്ടതാണ്. ആദ്യം വലത്ത് വശത്തേക്കാണ് ചരിക്കുന്നതെങ്കിൽ ആ വശത്തേക്ക് മാക്സിമം വേദനയില്ലാതെ എത്രത്തോളം കൊണ്ടുപോകാൻ കഴിയുമോ അത്രയും എത്തിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും ന്യൂട്രൽ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അവിടുന്ന് പിന്നെ മറ്റേ സൈഡിലേക്കും ഇതേപോലെ തന്നെ മെല്ലെ കൊണ്ടുപോവുക. ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക 3 സെക്കൻഡ്, തിരിച്ച് വീണ്ടും ന്യൂട്രൽ പൊസിഷനിലേക്ക് വരിക. അടുത്തതായി ഈ ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് നമ്മുടെ ചെവി അതാത് തോളുകളിലേക്ക് മെല്ലെ ചരിക്കുന്ന എക്സസൈസാണ്. അതായത് നമ്മുടെ വലത്തെ ചെവി വലത്തെ തോളിലേക്കും ഇടത്തെ ചെവി ഇടത്തെ തോളിലേക്കും ചരിച്ച് മുട്ടിക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ആ മാക്സിമം മൂവ്മെൻറ്റ് എത്രത്തോളം കിട്ടുമോ, വേദനയില്ലാതെ എത്രത്തോളം നമുക്ക് തിരിക്കാൻ കഴിയുമോ എന്ന് ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് വെച്ച് ആ എക്സസൈസ് നിർത്തുകയും അവിടെ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം വീണ്ടും തിരിച്ച് ന്യൂട്രൽ പൊസിഷനിലേക്ക് വരുന്നു. മറ്റേ വശത്തേക്കും ഇതുപോലെ ചരിച്ച് ആ ഭാഗത്തും ഹോൾഡ് ചെയ്ത് തിരിച്ച് വീണ്ടും ന്യൂട്രൽ പൊസിഷനിലേക്ക് എത്തുക. ഇങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സെറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ്, അതായത് മുകളിലേക്കും താഴേക്കും കൊണ്ടുവരിക, വശങ്ങളിലേക്ക് തല ചരിക്കുക, അതുപോലെ തന്നെ ചെവി അതാത് സൈഡുകളിലേക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. ഈ ഒരു എക്സസൈസ് ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഒരു സെറ്റ് എന്ന് വിളിക്കാം. ഇങ്ങനത്തെ 3 സെറ്റുകൾ നമ്മൾ രാവിലെയും അതുപോലെ വൈകിട്ടും ചെയ്യേണ്ടതാണ്. 3 സെറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മെല്ലെ മെല്ലെ നമ്മുടെ ആ ഒരു പെയിനും മസിൽ സ്പാസും ഒക്കെ കുറയുന്നതിനനുസരിച്ച് നമുക്ക് 5 സെറ്റ് വരെ ദിവസവും ചെയ്യാവുന്നതാണ്. ഇനി ഒരുപക്ഷെ നിങ്ങൾ IT ഫീൽഡ്, ഓഫീസ് വർക്കുകൾ അല്ലെങ്കിൽ കഴുത്തും കൈയും സ്ട്രെയിൻ വരുന്ന പോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ എക്സസൈസ് നിങ്ങൾക്ക് മണിക്കൂറിൽ ഒരു സെറ്റ് എന്ന രീതിയിൽ സേഫായിട്ട് ചെയ്യാം. ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ എക്സസൈസാണ്. ഇതൊരു കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ വലത്തെ കൈപ്പത്തി ഉപയോഗിച്ച് തലയുടെ വലത്തുവശം മെല്ലെ അമർത്തുകയാണ്. ഇങ്ങനെ അമർത്തുന്ന സമയത്ത് ഈ ഒരു ഫോഴ്സിന് എതിരായിക്കൊണ്ട് നമ്മുടെ തല ഉപയോഗിച്ച് തിരിച്ചൊരു പ്രഷർ അങ്ങോട്ടും അമർത്തണം. ഈ 2 ശക്തികളും തുല്യ ശക്തികളായതിനാൽ എതിർവശത്ത് നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ എഫക്റ്റ് നമ്മുടെ തല അനങ്ങാതിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പം നമ്മൾ വലത്ത് വശത്താണല്ലോ ചെയ്തത്. ഇനി ഇതേ എക്സസൈസ് ഇടത്തെ സൈഡിൽ നിന്നും ചെയ്യണം. ഇടത്തെ കൈപ്പത്തി തലയുടെ ഇടത്തെ വശത്ത് വെച്ചുകൊണ്ട് മെല്ലെ ഒരു പ്രഷർ കൊടുക്കുക. ഈ ഫോഴ്സിന് എതിരായിക്കൊണ്ട് നമ്മുടെ തല ഉപയോഗിച്ചൊരു പ്രഷർ എതിർവശത്തേക്കും കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ തല വളരെ സ്റ്റേബിളായി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. ഇനി അടുത്തതായി നമ്മുടെ കൈകളിലെ വിരലുകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മെല്ലെ നെറ്റിയിലേക്ക് ചേർത്ത് വെച്ച് ഒരു പ്രഷർ ഫ്രണ്ടിൽ നിന്ന് കൊടുക്കുക. ഈ ഒരു പ്രഷറിനെതിരായിട്ട് നമ്മുടെ തല ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴും തല സ്റ്റേബിളായിട്ട് ഇരിക്കുന്നത് കാണാം. ഇങ്ങനെ നമ്മൾ സൈഡുകളിൽ നിന്നും അതുപോലെ ഫ്രണ്ടിൽ നിന്നും പ്രഷർ കൊടുക്കുന്നത് ഐസോമെട്രിക് എക്സസൈസ് ആണിത്. ഓരോ സ്ഥലത്തും പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രം മെല്ലെ റിലീസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മെല്ലെ വലത്തെ സൈഡിൽ നിന്നും ഇടത്തെ സൈഡിൽ നിന്നും അതുപോലെ ഫ്രണ്ടിൽ നിന്നും കൊടുക്കുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെറ്റായി. ശ്രദ്ധിക്കുക, ബാക്കിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. 2 സൈഡുകളിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും മാത്രം ചെയ്താൽ മതി. ഈ ഒരു എക്സസൈസ് ദിവസേന രാവിലെയും വൈകിട്ടും ചെയ്യാം. ഓരോ നേരവും 3 സെറ്റ് വീതം ഈ എക്സസൈസ് നമുക്ക് സേഫായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ നമുക്ക് കോൺഫിഡൻസ് കൂടുന്നതിനനുസരിച്ച് 3 സെറ്റ് എന്നുള്ളത് 5 സെറ്റ് വരെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവാൻ പാടില്ല. വേദന കൂടുന്നതായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ പോസ്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രത്തോളം നിങ്ങൾ കഴുത്ത് അനക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം പ്രഷർ നിങ്ങൾ കഴുത്തിൽ ചെലുത്തുന്നു എന്നുള്ളതിൻ്റെ
പ്രശ്നം കൊണ്ടും ആവാം. അപ്പോൾ കൃത്യമായി ഡോക്ടർക്ക് ഒരു ഫോളോ അപ്പ് കൊടുത്തുകൊണ്ട് മാത്രം ഈ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കഴുത്തുമായി ബന്ധപ്പെട്ടുള്ള എക്സസൈസുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.